Hi all, today we are going to learn a play by Henrik Ibsen, A Doll's House. Henrik Ibsen. Full name is Henrik Johan Ibsen. He is a Norwegian playwright and theatre director. He pioneered in theatrical realism. He brought realistic play to theatre. He is also known as father of realism and father of modern drama. ഹെൻറിക് ഗിബ്സണിനെ ഫാദർ ഓഫ് റിയലിസം എന്നും ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ എന്നും അറിയപ്പെടും. ഒരു നോവേറിയൻ പ്ലേ റൈറ്റാണ്, തിയേറ്റർ ഡയറക്ടറാണ്. തിയറിറ്റിക്കൽ അതിനെ കൊണ്ടുവന്ന അതിൻ്റെ ഒരു പയനിയറാണ് ഹെൻറിക് ഗിബ്സൺ. ഓക്കെ, ആൻഡ് ഹി മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ റിയലിസത്തിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. റിയലിസം മീൻസ് റിയലിസ്റ്റിക്കായി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനായും പ്ലേയിലോട്ട് കൊണ്ടുവരുന്നതാണ് റിയലിസം. റിയലിസ്റ്റിക്കായി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഫുള്ളും പ്ലേയിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ റിയലിസം എന്ന് പറയുന്നത്. ആൻഡ് ഹെൻറിക് ഗിബ്സൺ ഈസ് എ റിയലിസ്റ്റിക് റൈറ്റർ ആൻഡ് ഹി മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ റിയലിസം. ഫോർ എക്സാമ്പിൾ, ഹെഡ്ഡ ഗാബ്ലർ, ഗോസ്റ്റ്, ദ വൈൽഡ് ഡക്ക്, വെൻ വി ഡെഡ് അവേക്കൺ, റോസ്മർ ഷോൺ, ദ മാസ്റ്റർ ബിൽഡർ. ഓക്കെ, ഇതെല്ലാം കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ, ആൻഡ് ഇബ്സൺ ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി പെർഫോംഡ് dramatist in the world after Shakespeare, and A Doll's House was the world's most performed play in 2006. 2006 മോസ്റ്റ് പെർഫോംഡ് പ്ലേ ആണ് എ ഡോൾസ് ഹൗസ്. ഓക്കെ, ആൻഡ് ഹി വാസ് റാങ്ക്ഡ് ആസ് വൺ ഓഫ് ദ ഡിസ്റ്റിങ്ഷ്ഡ് പ്ലേ റൈറ്റ് ഇൻ ദ യൂറോപ്യൻ ട്രഡീഷൻ ഇൻ ദ 19th century. ആൻഡ് ഹെൻറിക് ഗിബ്സൺ ഇൻഫ്ലുവൻസ് ജോർജ് ബെർണാഡ് ഷോ, SHAW, sorry, spelling mistake is there, Oscar Wilde, Arthur Miller, James Joyce, Eugene O'Neill, and Miroslav Klesa. ഓക്കെ, ഇവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്ലേ റൈറ്റായിരുന്നു ഹെൻറിക് ഇബ്സൺ. എ ഡോൾസ് ഹൗസ്. ഇറ്റ്സ് എ 3-act പ്ലേ റിട്ടൺ ബൈ നോവേറിയൻ പ്ലേ റൈറ്റ് ഹെൻറിക് ഇബ്സൺ. ഇതൊരു 3-act പ്ലേ ആണ് ആൻഡ് പ്രീമിയർഡ് അറ്റ് ദ റോയൽ ഡാനിഷ് തിയേറ്റർ ഇൻ കോപ്പൻഹാഗൻ, ഡെൻമാർക്ക്. തിയേറ്ററിൻ്റെ നെയിം ഒന്ന് ഓർത്ത് വെച്ചോ. പ്രീമിയർ ചെയ്ത തിയേറ്റർ നെയിം ഈസ് റോയൽ ഡാനിഷ് തിയേറ്റർ ഇൻ ഡെൻമാർക്ക്. ഓൺ ഡേറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, 21st December 1879. ഇതൊരു 19th century ഒരു പ്ലേ ആണ്. ഓക്കെ, ഒറിജിനൽ ലാംഗ്വേജ് നോവേറിയൻ ഡാനിഷ്. സബ്ജക്റ്റ് ദ അവേക്കനിങ് ഓഫ് എ മിഡിൽ ക്ലാസ് വൈഫ് ആൻഡ് മദർ. ജോണർ ഈസ് നാച്ചുറലിസ്റ്റിക് ഓർ റിയലിസ്റ്റിക്. പ്രോബ്ലം പ്ലേ, മോഡേൺ ട്രാജഡി. ആൻഡ് സെറ്റിംഗ് ഓഫ് ദ പ്ലേ, ഹോം ഓഫ് ദ ഹെൽമർ ഫാമിലി ഇൻ ആൻ unspecified Norwegian town or city, 1879. ഓക്കെ, ജസ്റ്റ് ഒരു മെമ്മറി വെച്ചേക്കേണ്ട കാര്യം, പ്രീമിയർ ചെയ്ത തിയേറ്റർ ദാറ്റ് ഈസ് റോയൽ ഡാനിഷ് തിയേറ്റർ. ആൻഡ് ഇതൊരു നോവേറിയൻ ലാംഗ്വേജ് ഈസ് നോവേറിയൻ ആണ്, ഡാനിഷ്. ആൻഡ് ജോണർ നാച്ചുറലിസ്റ്റിക്, റിയലിസ്റ്റിക്. ഒക്കെ, റിയലിസം ഒരു നമ്മുടെ ലൈഫിൽ റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും കൊണ്ടുവരുന്ന ഒരു പ്ലേ ആണ് റിയലിസ്റ്റിക് പ്ലേ. ആൻഡ് ഇറ്റ്സ് എ റിയലിസ്റ്റിക് പ്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ പ്രോബ്ലം പ്ലേ, മോഡേൺ ട്രാജഡി. ഓക്കെ, ഇറ്റ്സ് എ 3-act പ്ലേ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നോറ ഇസ് ദ മെയിൻ ക്യാരക്ടർ. നോറ ഇസ് കമ്പയർഡ് ടു എ ഡോൾ. ഇതിൽ ഒരു മെയിനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് നോറ. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഹെൻറിക് ഇബ്സൺ ഒരു 3 times നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി ഡിഡിൻ വോൺ നോബൽ പ്രൈസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോണം. നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ, നോറ Helmer. Nora Helmer is the central character of the play. That is heroine, had 3 children and wife of Torvald Helmer.
Next one, Torvald Helmer, that is Nora's husband, and he was a lawyer, recently promoted to bank manager. Lawyer ആയിരുന്നു, പ്രൊമോഷൻ കിട്ടി ബാങ്ക് മാനേജറായിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ റാങ്ക്. ഡോക്ടർ റാങ്ക് ഫ്രണ്ടാണ്, നോറയുടെയും ടൊവാൾഡിൻ്റെയും ഫ്രണ്ടാണ് ഡോക്ടർ റാങ്ക്. ആൻഡ് ഹീ സഫേഴ്സ് സ്പൈനൽ ട്യൂബർക്കുലോസിസ്, അൺമാരിഡ് ആണ്. ഹീ ഈസ് ഇൻ ലവ് വിത്ത് നോറ. നോറനെ ഇഷ്ടമാണ് ഡോക്ടർ റാങ്കിന്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ക്രിസ്റ്റീൻ ലിൻഡെ. ക്രിസ്റ്റീൻ ലിൻഡെ നോറയുടെ ഫ്രണ്ടാണ്. ആൻഡ് മാരീഡ്, ഹസ്ബൻഡ് ഡൈഡാണ്. ഓക്കെ, ഹസ്ബൻഡ് മരിച്ചതാണ് ക്രിസ്റ്റീൻ ലിൻഡയുടെ. ആൻഡ് മാരേജ് വാസ് ഫോർ ഫിനാൻഷ്യൽ സക്സസ്. ക്രിസ്റ്റീൻ ലിൻഡയുടെ മാരേജ് ഫിനാൻഷ്യൽ സക്സസ്സിന് വേണ്ടിയായിരുന്നു. ആൻഡ് അനദർ ക്യാരക്ടർ ഈസ് നിൽസ് ക്രോക്സ്റ്റാഡ് ആൻഡ് ആൻറ്റഗണിസ്റ്റ് ഓഫ് ദ പ്ലേ. ആൻഡ് ഈ പ്ലേയിലെ ആൻറ്റഗോണിസ്റ്റ് ആണ് നിൽസ് ക്രോക്സ്റ്റാഡ്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ആനി മറിയ. ചിൽഡ്രൻസിൻ്റെ നേഴ്സാണ്. ഓക്കെ. ആൻഡ് ചിൽഡ്രൻ്റെ മാത്രമല്ല, നോറയുടെയും മെയ്ഡാണ്. ആൻഡ് ദെൻ അനദർ ക്യാരക്ടർ ഈസ്, ഓക്കെ, 3 സ്മോൾ ചിൽഡ്രൻ, ദാറ്റ് ഈസ് നോറയുടെയും ടൊവാൾഡ് ഹെൽമറിൻ്റെയും 3 ചിൽഡ്രനും ഈ പ്ലേയിലുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പോട്ടർ, ഹു ഹെൽപ് നോറ ടു ടേക്ക് ഓൾ ദ ലഗേജ് വെൻ ദ ഡ്രാമ ബിഗിൻസ്. ഡ്രാമ ബിഗിൻ ചെയ്യുമ്പോൾ ലഗേജൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് പോട്ടർ. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ. ആൻഡ് this play was first performed in the year 1879 and ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയ ഒരു പ്ലേ ആണിത്. ആൻഡ് നോറ ഇസ് ദ മെയിൻ ക്യാരക്ടർ. ഓക്കെ. ആൻഡ് നോറ, ഈ ഒരു പ്ലേയിൽ നോറനെ കമ്പയർ ചെയ്തേക്കുന്നത് ഒരു ഡോളായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ട് വൈസ് സമ്മറി നോക്കാം. ആക്ട് 1 ഓഫ് ദിസ് ഡ്രാമ ബിഗിൻസ് വിത്ത് നോറ. നോറ ക്രിസ്മസിലേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവളുടെ ഹോമിലേക്ക് വരുന്ന സീനാണ്. ദാറ്റ് സിംബിളൈസസ് അവിടുത്തെ ഗ്രോസറി ഐറ്റംസും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നോറയാണ്. ദെൻ നോറയും ടൊവാൾഡും പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ടൊവാൾഡ് യൂസിങ് മെനി പെറ്റ് നെയിംസ് ഫോർ നോറ. നോറയ്ക്ക് കുറേ പെറ്റ് നെയിംസ് ടൊവാൾഡ് വിളിക്കുന്നുണ്ട് നോറനെ. ദാറ്റ് സിംബിളൈസസ് ഷി വാസ് ഓൺലി കൺസിഡർ ആസ് എ പപ്പറ്റ്. ഒരു പപ്പറ്റായിട്ടാണ് നോറേനെ ടൊവാൾഡ് കണക്കാക്കുന്നത്. അവൾ ഒരു പെറ്റ് ബേർഡായിട്ട്, ദാറ്റ് ഈസ് സ്കൈലാർക്ക് എന്ന് വിളിക്കുന്നുണ്ട്, സോങ് ബേർഡ്, സ്ക്വിറൽ, ഈവൻ പെറ്റ് എന്ന് പോലും ടൊവാൾഡ് ഹെൽമർ വിളിക്കുന്നുണ്ട് നോറേനെ. നോറ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടല്ല ടൊവാൾഡ് കൺസിഡർ ചെയ്യുന്നത്. ആഫ്റ്റർ ദ കോൺവെർസേഷൻ ടൊവാൾഡ് ഹെൽമറും നോറയും ഡിസ്കഷൻ നടത്തുകയായിരുന്നു എബൌട്ട് ക്രിസ്മസ്, പിന്നെ ഹെൽമേഴ്സിൻ്റെ ഓഫീസ്, ബാങ്ക്, ഇതിനെയൊക്കെ കുറിച്ച് അവർ ഡിസ്കഷൻ നടത്തുകയായിരുന്നു. ടൊവാൾഡ് ഹെൽമർ ആദ്യം ഒരു ലോയറായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി ഒരു ബാങ്ക് മാനേജറായി. ഇവരുടെ ഈ ഡിസ്കഷൻ നടക്കുന്നതിനിടയിൽ 2 പേര് നോറേനെയും ടൊവാൾഡ് ഹെൽമറിനെയും കാണാൻ വരുന്നു. ഡോക്ടർ റാങ്ക്. ഡോക്ടർ റാങ്ക് ഈസ് എ ഡോക്ടർ, അൺമാരിഡ് ആണ്. ഡോക്ടർ റാങ്കിന് നോറയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ നോറയ്ക്ക് തിരിച്ചങ്ങനെ ഇല്ല. പിന്നെ ക്രിസ്റ്റീൻ ലിൻഡെ, അത് ഫ്രണ്ടാണ്, നോറയുടെ ഫ്രണ്ടാണ്. മെയ്ഡ് വന്ന് പറയുന്നു ടൊവാൾഡ് ഹെൽമറിനെ കാണാൻ ഡോക്ടർ റാങ്കും നോറനെ കാണാൻ ലിൻഡയും വന്നിട്ടുണ്ടെന്ന്. ഡോക്ടർ റാങ്കും ടൊവാൾഡ് ഹെൽമറും അവർ ഓഫീസ് റൂമിലോട്ട് പോയി അവരുടെ ഒരു യൂഷ്വൽ ടോക്കൊക്കെ നടത്തുകയാണ്. പിന്നീട് പറയുന്നത് ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ നോറ ആൻഡ് ലിൻഡയാണ്, ക്രിസ്റ്റീൻ ലിൻഡയാണ്. ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു. ലിൻഡ വാസ് മാരീഡ് ടു എ റിച്ച് പേഴ്സൺ ബട്ട് ഹീ ഡൈഡ്. ഒരു റിച്ച് പേഴ്സണെയാണ് ക്രിസ്റ്റീൻ ലിൻഡ മാരേജ് ചെയ്തത്, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. സോ വിഡോവായി മാറി. നോറ ഈസ് ആസ്കിങ് സോറി ടു ലിൻഡ because Nora wasn't keeping touch with Christine Linde after her marriage with ടൊവാൾഡ് ഹെൽമർ. ടൊവാൾഡ് ഹെൽമറിനെ മാരേജ് ചെയ്തതിന് ശേഷം ഒരു ടച്ചും ഇല്ലായിരുന്നു ഇവർ തമ്മിൽ. ക്രിസ്റ്റീൻ ലിൻഡ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ പ്രസൻറ്റ് ലൈഫ്.
ഹെർ ഹാർഡ് ലൈഫ്, ഇപ്പം വിഡോ ആയതിനു ശേഷം ഉള്ള ഒരു ഹാർഡ് ലൈഫിനെ കുറിച്ച് ക്രിസ്റ്റ്യൻ ലിൻഡെ നോറയോട് സംസാരിക്കുകയാണ്. ലിൻഡ നോറയെ കാണാൻ വന്നത് ഒരാവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഷീ നീഡ് എ ജോബ് ഇൻ ഓർഡർ ടു ലുക്ക് ആഫ്റ്റർ ഹെർ ഫാമിലി നോക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ലിൻഡയ്ക്ക് ഒരു ജോബ് വേണമായിരുന്നു. ബിക്കോസ് ലിൻഡ എക്സ്പെക്ട് ഹെൽപ്പ് ഫ്രം നോറാസ് ഹസ്ബൻഡ്. നോറയുടെ ഹസ്ബൻഡ് ഒരു നല്ല പൊസിഷനിലാണ്, അതായത് ടോവാർഡ് ഹെൽമർ നല്ലൊരു പൊസിഷനിലാണ്. ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് മാനേജറും ആണ്, നല്ലൊരു പോസ്റ്റാണ്. സോ ടോവാർഡ് ഹെൽമറിന് ലിൻഡനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയാണ് ലിൻഡ നോറനെ കാണാൻ എത്തിയിരിക്കുന്നത്. നോറ പറയുന്നു, ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു ബൈ ടോക്കിംഗ് ടു മൈ ഹസ്ബൻഡ് അബൌട്ട് യുവർ ജോബ്. ഞാൻ സംസാരിക്കാമെന്ന് നോറ പറയുന്നു. അതിനുശേഷം ലിൻഡയോട് നോറ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നോറ പറയുന്നു, ടോവാർഡ് ഹെൽമർ സുഖമില്ലാതായി. ടോവാർഡ് ഹെൽമറിനും ഒരു ഇൽനെസ് ഉണ്ട്. ഓക്കെ, ഈസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ വേഴ്സായി. സോ ഐ ഹാഡ് ടു ടേക്ക് ഹിം ടു എ ടൂർ ടു ഇറ്റലി. എനിക്ക് അദ്ദേഹത്തിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ വളരെ വീക്കാണ്, ഇൽനെസ് ആണ് ടോവാർഡ് ഹെൽമറിന്. So it took a huge amount, more than $20. But I didn't have money at that time. So I had asked money from my father who was ill at that time. I had to ask money. ഞാൻ എൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വേണമായിരുന്നു. മോർ ദാൻ $20 വേണമായിരുന്നു. പക്ഷേ എൻ്റെ പക്കൽ അത്രയും ഒരു എമൗണ്ട് എടുക്കാനില്ലായിരുന്നു. അതിനാൽ ഞാൻ എൻ്റെ ഫാദറിനോട് ആ ഒരു എമൗണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ എനിക്ക് ഫാദറിനോട് ആ സിറ്റുവേഷനിൽ കാശ് ചോദിക്കാൻ തോന്നിയില്ല. സോ ഞാൻ ഫാദറിൻ്റെ സൈൻ ഞാനിട്ട് ക്യാഷ് വാങ്ങി. എൻ്റെ അച്ഛനും അന്നേരം ഒരു സുഖമില്ലായിരുന്നു. സോ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടായി ആ ഒരു ഹ്യൂജ് എമൗണ്ട്. അതിനാൽ ഫാദറിൻ്റെ സൈൻ ഞാനിട്ടിട്ട് ആ ക്യാഷ് ഞാൻ വാങ്ങി. ദർ ഈസ് അഗെയിൻ എ സസ്പെൻസ്. ഓക്കെ, ഫ്രം വെയർ ഷീ ഗോട്ട് ദ മണി. ഫാദറിൻ്റെ കയ്യിൽ നിന്നല്ല, അച്ഛനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ ഞാൻ ഫാദറിൻ്റെ സൈൻ ഇട്ടിട്ട് മറ്റൊരിടത്തു നിന്നാണ് വാങ്ങിയത്. അന്നേരം അവിടെ ഒരു സസ്പെൻസ് അല്ലേ, ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ, എവിടെ നിന്നാണ് ആ മണി കിട്ടിയത്. ഓക്കെ, അതാണ് ആക്ട് 1 പറയുന്നത്. ഈ ഒരു ഇല്ലീഗലി ബോറോ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആക്ട് 1 സംസാരിക്കുന്നത്. ഓക്കെ, അന്നേരം നിങ്ങൾ ഈ ആക്ട് 1 ഒന്ന് റീഡ് ചെയ്തേക്കണേ. ആൻഡ് നൗ നമുക്ക് സെക്കൻഡ് ആക്റ്റാണ് നോക്കേണ്ടത്. ഇൻ ആക്ട് 2 വി വിൽ അണ്ടർസ്റ്റാൻഡ് ഫ്രം വെയർ നോറ ഗോട്ട് ദ ക്യാഷ്. തൻ്റെ ഹസ്ബൻഡിനെ ഇറ്റലിക്ക് കൊണ്ടുപോകാനുള്ള ക്യാഷ് എവിടുന്ന് കിട്ടിയെന്ന് നമുക്ക് സെക്കൻഡ് ആക്ടിലാണ് മനസ്സിലാവുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നോറ ഡിസ്കസ്ഡ് വിത്ത് ഹെർ ഫ്രണ്ട് ക്രിസ്റ്റ്യൻ ലിൻഡയോട് ഇതെല്ലാം സംസാരിച്ചു. അതിനുശേഷം നോറ ലിൻഡയെ സമാധാനിപ്പിക്കുകയാണ്. ലിൻഡേനെ നോറ ടോവാർഡ് ഹെൽമറിനും ഡോക്ടർ റാങ്കിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ടോവാർഡ് ഹെൽമർ പറയുന്നുണ്ട്, ഐ ക്യാൻ മാനേജ് ഫോർ ഗെറ്റിംഗ് എ ജോബ് ഫോർ യു എന്ന്. ഓക്കെ, ദെൻ നോറ ആൻഡ് ടോവാർഡ് ഹെൽമർ ലിൻഡയുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു സെക്കൻഡ് ആക്ടിൽ. അതിനിടയ്ക്ക് ക്രോക്സ്റ്റഡ്, ആൻറ്റഗോണിസ്റ്റ് ഓഫ് ദ പ്ലേ, കെയിം ടു നോറാസ് ആൻഡ് ടോവാർഡ് ഹെൽമേഴ്സ് ഹോം. ഈ ക്രോക്സ്റ്റഡ് നോറയുടെയും ഹെൽമറിൻ്റെയും വീട്ടിലേക്ക് വരുന്നു. ഹെൽമർ വാസ് വർക്കിംഗ് ഇൻ ബാങ്ക് വെയർ നിൽസ് ക്രോക്സ്റ്റഡ് ഇസ് ഹിസ് ഫുൾ നെയിം. ക്രോക്സ്റ്റഡ് യൂസ് ടു വർക്ക്. ഹെൽമർ വർക്ക് ചെയ്യുന്ന ബാങ്കിലായിരുന്നു നിൽസ് ക്രോക്സ്റ്റഡ് വർക്ക് ചെയ്തത്. ക്രോക്സ്റ്റഡ് ആദ്യം വർക്ക് ചെയ്ത ബാങ്കിൽ പ്രൊമോഷനായി ടോവാർഡ് ഹെൽമറിന് ടു ദ ബാങ്ക് മാനേജർ. അവിടെയാണ്
ഈ ക്രോക്സ്റ്റർ വർക്ക് ചെയ്ത ആ ബാങ്കിലാണ് ഇനി ഹെൽമർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഹെൽമർ തൻ്റെ ഹെൽമർ തൻ്റെ ന്യൂ ബാങ്കിലെ ഫയൽസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കാണുന്നത് ക്രോക്സ്റ്റർ ചെയ്ത മിസ്റ്റേക്സാണ്. ബാങ്കിനെതിരെ അഴിമതി നടത്തിയതെല്ലാം ടോവാൽ ഹെൽമർ കണ്ടുപിടിക്കും. സോ ഈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് കാരണം ക്രോക്സ്റ്ററിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം, ആ ഒരു പ്ലാനിലാണ് ടോവാൽ ഹെൽമർ എന്ന് ക്രോക്സ്റ്ററിന് അറിയാം. അന്നേരം ടോവാൽ ഹെൽമർ വീട്ടിലില്ലാത്ത ടൈമിൽ നോറയെ കാണാൻ വേണ്ടി ക്രോക്സ്റ്റർ വരുന്നു. എന്നിട്ട് നോറയോട് നിൽസ് ക്രോക്സ്റ്റർ പറയുന്നു, എനിക്ക് വീണ്ടും ആ ബാങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. ബട്ട് യുവർ ഹസ്ബൻഡ് ഈസ് നോട്ട് അലോയിങ് മീ ടു ജോയിൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ക്രോക്സ്റ്റർ റിക്വസ്റ്റ് നോറ ടു ടോക്ക് ഫോർ ഹിം. തനിക്ക് വേണ്ടി ടോവാൽ ഹെൽമറിനോട് സംസാരിക്കണമെന്ന് നോറയോട് പറയുന്നു. ബട്ട് നോറ വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. നോറ പറയും, എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റുകയില്ലെന്ന് പറയും. ഈ ടൈമിലാണ് റൈറ്റർ റിവീൽ ചെയ്യുന്നത് ഫ്രം വെയർ ഷീ ഗോട്ട് ദ മണി. നോറയ്ക്ക് എവിടുന്ന് ക്യാഷ് കിട്ടിയെന്ന് ഈ ടൈമിലാണ് ഹെൻറി ഗിബ്സൺ റിവീൽ ചെയ്യുന്നത്. നോറയ്ക്ക് എവിടുന്നാണ് ആ ക്യാഷ് ഇറ്റലിയിലേക്ക് തൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാനുള്ള ക്യാഷ് എവിടുന്ന് കിട്ടിയെന്ന് റിവീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റലിയിലേക്ക് പോകാനുള്ള ക്യാഷ് ക്രോക്സ്റ്ററിൽ നിന്നുമാണ് നോറ വാങ്ങിയത്. ഇറ്റലിയിലേക്ക് പോകാനുള്ള ക്യാഷ് നിൽസ് ക്രോക്സ്റ്ററിൽ നിന്നാണ് നോറ വാങ്ങിയത്. ക്രോക്സ്റ്റർ നോസ് ദാറ്റ് ദ ഫോർജറി സൈൻ ഷീ ടുക്ക് ഫ്രം ഹർ ഫാദർ. തൻ്റെ നോറയുടെ അച്ഛനിൽ നിന്നും നോറയുടെ അച്ഛൻ്റെ ഫോർജറി സൈൻ ചെയ്ത കാര്യമൊക്കെ നിൽസ് ക്രോക്സ്റ്ററിന് അറിയാം. ഹി യൂസ് ദാറ്റ് ആസ് എ ട്രിക്ക് ടു ബ്ലാക്ക്മെയിൽ നോറ. അന്നേരം ക്രോക്സ്റ്റർ ഇതൊരു ബ്ലാക്ക്മെയിലിങ്ങിന് വേണ്ടി, നോറയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്. നോറ ഗോട്ട് ടെൻസ്ഡ് അറിഞ്ഞപ്പോൾ ഫോർജറി സൈൻ ചെയ്തത് ക്രോക്സ്റ്ററിന് അറിയാമെന്നറിഞ്ഞപ്പോൾ നോറ ഗോട്ട് ടെൻസ്ഡ്. അങ്ങനെ ഹെൽമർ വന്നപ്പോൾ നോറ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രോക്സ്റ്ററിനെ ബാങ്കിലേക്ക് തിരിച്ചെടുക്കണമെന്ന്. നോറ ഇമോഷണലി റിക്വസ്റ്റ് ടു ടോവാൽ ഹെൽമർ ടു ടേക്ക് ക്രോക്സ്റ്റർ ബാക്ക് ടു ബാങ്ക്. ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ നോറ തൻ്റെ ഹസ്ബൻഡിനോട് റിക്വസ്റ്റ് ചെയ്യും ക്രോക്സ്റ്ററിനെ തിരിച്ച് ബാങ്കിലേക്ക് എടുക്കണമെന്ന്. ഓക്കെ, ഡോക്ടർ റാങ്ക് വാസ് സഫറിങ് ഫ്രം spinal tuberculosis. It was because of his father's ill marital affair. ഡോക്ടർ റാങ്കിന് ഉള്ള ഡിസീസാണ് സ്പൈനൽ ട്യൂബർക്കുലോസിസ്. ഹി വാസ് എബൌട്ട് ടു ഡൈ. ആ സമയത്താണ് ഡോക്ടർ റാങ്ക് നോറയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ വളരെ സുഖമില്ലാതിരിക്കുകയാണ് ഡോക്ടർ റാങ്ക്. ആ സമയത്ത് നോറയോട് ഡോക്ടർ റാങ്ക് പറയുന്നുണ്ട്, യു ഡോണ്ട് ഹാവ് ടു കം ടു സീ മീ, ഐ കാൻ ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. ദെൻ ആക്ട് 3 പറയുന്ന കാര്യങ്ങൾ ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇതൊന്ന് വായിച്ചേക്കണം. ഞാൻ എൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്, മെയിൻ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു MCQ സെക്ഷൻ ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒറിജിനൽ പ്ലേ റീഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അതൊന്ന് റീഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ദ സമ്മറി. ക്രോക്സ്റ്റർ ആൻഡ് ലിൻഡെ ഹാഡ് ലവ് അഫെയർസ് വെൻ ദേ വെർ ഇൻ കോളേജ്. കോളേജ് ടൈമിൽ അവർ തമ്മിൽ ലവ് അഫെയർ ഉണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ദേ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇറ്റ്. അവർക്ക് ഇപ്പോഴും ആ ഒരു ഇഷ്ടം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ക്രോക്സ്റ്റർ കെയിം ടു നോ അബൌട്ട് ക്രിസ്റ്റീൻ ലിൻഡെസ് സിറ്റുവേഷൻ ആൻഡ് ദേ സോ ഈച്ച് അതർ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. അവർ വർഷങ്ങൾക്ക് ശേഷമാണ് ക്രോക്സ്റ്ററും ക്രിസ്റ്റീൻ ലിൻഡയും കണ്ടുമുട്ടുന്നത്. ക്രോക്സ്റ്ററിന് അറിയാം ഇപ്പോഴത്തെ ലിൻഡയുടെ ഒരു സിറ്റുവേഷൻ, വീഡിയോ ആയതും ഒക്കെ അറിയാം. ആൻഡ് ദേ ഡിസൈഡ് ടു ഗെറ്റ് മാരി. അവർ മാരി ചെയ്യാൻ തീരുമാനിച്ചു. നോറ ലിൻഡയോട് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഫോർജറി സൈനിൻ്റെ കാര്യവും ക്രോക്സ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയ കാര്യമൊക്കെ നോറ ലിൻഡയോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സോ
ക്രിസ്ത്യൻ ലിൻഡ ക്രോക്സ്റ്റണിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നോറയുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അന്നത്തെ അവസ്ഥ, അതൊക്കെ പറഞ്ഞ് ക്രോക്സ്റ്റണിനെ സമാധാനിപ്പിക്കുകയാണ്. ക്രോക്സ്റ്റൺ ടോവാൾ ഹെൽമറിന് 2 ലെറ്റർ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, നോറ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നോറയ്ക്ക് തൻ്റെ ഹസ്ബൻഡ് ഇതെല്ലാം അറിയുമോ. അങ്ങനെ ക്രിസ്ത്യൻ ലിൻഡ ക്രോക്സ്റ്റണിനോട് പറഞ്ഞ് ആ ഒരു ലെറ്റർ തിരിച്ചെടുക്കണം, അത് ടോവാളിൻ്റെ കയ്യിൽ എത്തല്, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ആൻഡ് ക്രോക്സ്റ്റൺ ഹെൽമൻ ഓൾറെഡി അത് 2 ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ട് എബൌട്ട് നോറാസ് ഫോർജറി സൈൻ. ക്യാഷ് വാങ്ങി പറ്റിച്ചതും എല്ലാം ആ ലെറ്ററിലുണ്ട്. ഈ ലെറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് ടോവാൾ ഹെൽമർ പോകാതിരിക്കാൻ വേണ്ടി നോറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ അവർക്കൊരു ടൂർണമെൻ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനൊരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ടോവാളിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുകയായിരുന്നു നോറ, ബിക്കോസ് ആ ലെറ്റർ ബോക്സിൻ്റെ അടുത്തോട്ട് പോയി ആ ലെറ്റർ എടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഡാൻസ് പ്രോഗ്രാമിന് നോറ ഡ്രസ്സ് വാങ്ങിപ്പിക്കുന്നുണ്ട്. നോറ ബ്ലോഡ് ദാറ്റ് സീൻ വളരെ ഭംഗിയായിട്ട് ആ ഒരു സീൻ ഡാൻസ് സീൻ നോറ കൈകാര്യം ചെയ്തു. ഓക്കെ, അവിടെ വളരെ രസമായിട്ടായിരുന്നു നോറ ബോൾ ഡാൻസ് കളിച്ചത്. ആൻഡ് വി ക്യാൻ സീ ഹാപ്പി നോറ ബിറ്റ്വീൻ ദ പാർട്ടിക്കിടയിൽ ഈ ടെൻഷനൊക്കെ മറന്ന് നോറ വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നോറയ്ക്ക് മാക്രോൺസ് വളരെ ഇഷ്ടമായിരുന്നു. മാക്രോൺസ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് നോറയ്ക്ക് ഉണ്ടായിരുന്നു. ബട്ട് വിച്ച് ടോവാൾ ഹെൽമർ ഡസൻ ലൈക്ക്. ടോവാൾ ഹെൽമറിന് ഇഷ്ടമല്ലായിരുന്നു നോറയുടെ ആ ഒരു ഹാബിറ്റ്. അങ്ങനെ ക്രോക്സ്റ്റൺ ആൻഡ് ലിൻഡ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ക്രോക്സ്റ്റൺ സമ്മതിക്കുകയാണ്, ആ ലെറ്റർ തിരിച്ച് അയക്കാം, ഓർ ഐ വിൽ സെൻഡ് അനദർ ലെറ്റർ. അത് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു നോറയ്ക്ക് സപ്പോർട്ടീവായിട്ടൊരു ലെറ്റർ ഞാൻ അയക്കാമെന്ന് ക്രോക്സ്റ്റൺ ലിൻഡയ്ക്ക് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ ക്രോക്സ്റ്റൺ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ, നോറനെ ഇമോഷണലായിട്ട് ബ്ലാക്ക് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് ലെറ്റർ അയച്ചു. അതിനിടയിൽ ടോവാൾ ഹെൽമർ നമ്മുടെ ക്രോക്സ്റ്റൺ ആദ്യം അയച്ച ആ ലെറ്റർ ബോക്സിൽ കണ്ടു. അത് കണ്ടിട്ട് നോറയും ടോവാൾ ഹെൽമറും വഴക്കായി. നോറയെ തൻ്റെ 3 കുട്ടികളുടെ അടുത്തേക്ക് പോലും പോകാൻ ഹെൽമർ അനുവദിച്ചില്ല, ബിക്കോസ് ഷീ ഹാഡ് ഡൺ എ ഫോർജറി സൈൻ. ഓക്കെ, അവർ തൻ്റെ കുട്ടികളും കൂടി എന്ന് പറഞ്ഞാൽ ടോവാൾഡ് പറയുന്നത് എൻ്റെ കുട്ടികളെ കൂടി നീ നശിപ്പിക്കുമെന്നാണ്. ഓക്കെ, നോറ വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഷീ ഡിസൈഡഡ് ടു ലീവ് ദ ഹൗസ്. വളരെ ടോവാൾ ഹെൽമർ തൻ്റെ കുട്ടികളെ പോലും കാണാൻ അനുവദിക്കാതെ ആ ഒരു സിറ്റുവേഷനിൽ നോറ തീരുമാനിക്കുകയാണ് വീട് വിട്ട് പോകാമെന്ന്. നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ബാക്കി സമ്മറിയും കൂടെ ഒന്ന് റീഡ് ചെയ്തേക്കണേ. അങ്ങനെ നെക്സ്റ്റ് ലെറ്റർ കെയിം ഫ്രം ക്രോക്സ്റ്റൺ. താൻ ഒരിക്കലും നോറയുടെ ഫോർജറി സൈൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരില്ല, ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നായിരുന്നു ആ ലെറ്ററിലെ കോണ്ടൻറ്റ്. ക്രോക്സ്റ്റൺ അയച്ച ലെറ്ററാണ്. ടോവാൾ ഹെൽമറിന് ഒരു സെക്കൻഡ് ലെറ്റർ അയച്ചല്ലോ, അതിൽ പറയുന്നത് താൻ ഒരിക്കലും നോറയുടെ ഫോർജറി സൈൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരില്ല, ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബട്ട് ഈ ലെറ്റർ ലേറ്റായിട്ടാണ് ടോവാൾ ഹെൽമറിന് കിട്ടിയത്. ഹെൽമറിന് ലെറ്റർ കിട്ടിയപ്പോൾ കരുതിയത് തൻ്റെ വൈഫ്, ആ ഫസ്റ്റ് ലെറ്റർ കിട്ടിയപ്പോൾ കരുതിയത് തൻ്റെ വൈഫ് ഫോർജറി സൈൻ ചെയ്തിട്ടുള്ളത് പബ്ലിക് അറിഞ്ഞാൽ തനിക്ക് അത് മോശമാണ്, ബിക്കോസ് ടോവാൾ ഹെൽമർ ഒരു ബാങ്ക് മാനേജറിൻ്റെ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അന്നേരം അത് തൻ്റെ വൈഫ് ഫോർജറി സൈൻ ചെയ്തു എന്നറിഞ്ഞ് മോശമാണെന്ന് കരുതിയാണ് ടോവാൾ ഹെൽമർ ഇരുന്നത്. ടോവാൾ ഹെൽമർ നോറയോട് പറയുന്നു,
you have to be away from this home. ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. ബട്ട് സെക്കൻഡ് ലെറ്റർ കിട്ടിയപ്പോൾ ഹെൽമർ ബിക്കം വെരി കാം. രണ്ടാമത്തെ ലെറ്റർ വന്നപ്പോൾ ഹെൽമർ ബിക്കം വെരി കാം. കാരണം പബ്ലിക് അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ടോവൽ ഹെൽമറിന് മനസ്സിലായി. ആ ടൈമിൽ നോറയോട് ടോവൽ ഹെൽമർ പറയുന്നു, യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്. യു ക്യാൻ സ്റ്റേ ഹിയർ ബിക്കോസ് ക്രോക്സ്റ്റർ സെൻഡ് മീ ദ സെക്കൻഡ് ലെറ്റർ. ആ സെക്കൻഡ് ലെറ്റർ പറയുന്നുണ്ട് പബ്ലിക് അറിഞ്ഞിട്ടില്ല എന്ന്. സോ യു ക്യാൻ സ്റ്റേ ഹിയർ. ബട്ട് നോറ ഡിസൈഡ് ടു ലീവ് ദ ഹൗസ് ടുവേർഡ്സ് ഹെർ ഐഡൻറ്റിറ്റി ഫ്രീഡം. ബട്ട് നോറ ഡിസൈഡ് ചെയ്തു വീട്ടിൽ നിന്ന് പോവുകയാണെന്ന്. കാരണം തനിക്കൊരു ഐഡൻറ്റിറ്റി വേണം, ഒരു ഫ്രീഡം വേണം. ഇവിടെ ഒരു നോറ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഒരു ബേർഡിനെ കൂട്ട്, ഒരു സ്കൈലാർക്ക്, ഒരു പപ്പറ്റ്, അങ്ങനെ പല പേരുകളായിരുന്നു ടോവൽ ഹെൽമർ നോറയ്ക്ക് നൽകിയത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം, ഒരു ഐഡൻറ്റിറ്റി വേണം സ്വന്തമായിട്ട്, ഒരു ഫ്രീഡം വേണമെന്ന് നോറയ്ക്ക് മനസ്സിലായി. She doesn't want to stay in the house like a bird or doll. She doesn't want to be stick into that house. ആ വീട്ടിൽ സ്റ്റിക്ക് ചെയ്യണമെന്ന് നോറയ്ക്ക് ആഗ്രഹമേ ഇല്ലാതായി. So she leave the house. The drama ends with the sound of door slap. ഡോർ ഇങ്ങനെ സ്ലാപ്പ് ചെയ്യുന്ന സൗണ്ടിലാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു പ്ലേയുടെ എൻഡിങ്. നോറ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഈ ഒരു പ്ലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എൻഡിങ്ങും കൂടെ ഉണ്ട്. സെക്കൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ ആഫ്റ്റർ ക്രിറ്റിസിസം ഒക്കെ കിട്ടിയതിന് ശേഷം ഇതിനൊരു സെക്കൻഡ് എൻഡിങ്ങും കൂടെ ഉണ്ട്. നോറ വാസ് ഗോയിങ് ടുവേർഡ്സ് ദെയർ ചിൽഡ്രൻ. തൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് നോറ പോകുകയാണ്. After seeing her children, her mind changes and Dora decides to be there in that house for the sake of their children. തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പിന്നെയും അവിടെ സ്റ്റേ ചെയ്തു എന്നായിരുന്നു ആ ഒരു പ്ലേയുടെ സെക്കൻഡ് എൻഡിങ്. ഹെൻറിക് ഗിബ്സൺ ഈ ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ്ങിനെ വിളിച്ചത് ബാർബറിക് ഔട്ട്റേജ് എന്നായിരുന്നു. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് വിർച്വലി എല്ലാ പ്രൊഡക്ഷനിലും ആ ഒരു ഒറിജിനൽ എൻഡിങ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എ ഡോൾ ഹൗസ് എന്ന ഈ ഒരു പ്ലേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു MCQ സെക്ഷൻ കൂടെ ഇടാം. ആൻഡ് ഇതൊരു 3 ആക്ട് പ്രോബ്ലം പ്ലേ ആണ്. സോഷ്യൽ ഇഷ്യൂസ് ഇൻ റിയലിസ്റ്റിക് മാനറിൽ പറയുന്ന ഒരു പ്ലേ ആണ്. റിയലിസ്റ്റിക് മാനർ എന്തോന്നറിയാമല്ലോ, നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതുന്നത്. ഇത് ഇതിൻ്റെ സെറ്റിംഗ് ഓഫ് ദ പ്ലേ 1870s ആണ്. തീം ജെൻഡർ റോൾ, സൊസൈറ്റൽ പ്രഷർ ഓഫ് വുമൺ ഇൻ 19th century, ഇമാൻസിപ്പേഷൻ ഓഫ് സെൽഫ്. ഇതെല്ലാം ജെൻഡർ റോൾ പറയുന്നുണ്ട്, സൊസൈറ്റൽ പ്രഷർ ഓഫ് വുമൺ പറയുന്നുണ്ട്, ഇമാൻസിപ്പേഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ബീങ് സെറ്റ് ഫ്രീ. നമുക്കറിയാം ഈ ഒരു പ്ലേയിൽ നോറേനെ ടോർവാൾഡ് ഒരു പെറ്റായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു പപ്പറ്റ്. സോ ലാസ്റ്റ് ഓഫ് ദ പ്ലേ നോറ അതിൽ നിന്നൊക്കെ പുറത്ത് വരികയും വളരെ ബോൾഡാവുകയും ആ വീട് വിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഡോർ സ്ലാപ്പ് ചെയ്തിട്ടൊക്കെ പോകുന്നത്. ഇതൊക്കെ ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷനിൽ നിന്നാണ് ഇബ്സൺ എഴുതിയേക്കുന്നത്. ദിസ് പ്ലേ ഈസ് about plays a woman in a household. A dollhouse was based on the life of Laura Kuyler, a good friend of Ibsen. Ibsen ഈ സ്റ്റോറി എഴുതിയത് ഹിസ് ഫ്രണ്ട് ലോറ സ്മിത്ത് പീറ്റേഴ്സൺ അല്ലെങ്കിൽ ലോറ കൈലർ എന്ന ഒരു ഫ്രണ്ടിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. വിക്ടർ കൈലർ എന്നൊരാളിനെയാണ് ലോറ സ്മിത്ത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലേയിൽ. ആൻഡ് ഇവർ ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു പ്ലേ ഇബ്സൺ എഴുതിയേക്കുന്നത്. ആക്ട് 1 ഓപ്പൺസ് വിത്ത് നോറ അറൈവിങ് ഫ്രം എ ക്രിസ്മസ് ഷോപ്പിംഗ്. അത് ഓർത്ത് വെച്ചോളെ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
ഈ ഒരു പ്ലേയിൽ ഫോർജറി ഉണ്ട്. ഫോർജറി ഇൻ ദ പ്ലേ, 2 ഫോർജറി ഉണ്ട്. ക്രോക്സ്റ്റാഡ്സ് ഫോർജറി, നമ്മളത് അന്ന് ഈ സമ്മറി വായിച്ചപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രോക്സ്റ്റഡ് ബാംഗ്ലൂർ ഫോർജറി നടത്തിയിട്ടുണ്ട്. നോറാസ് ഫോർജറി അതറിയാമല്ലോ, തൻ്റെ ഫാദറിൻ്റെ സൈൻ ഫോർജറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ഫോർജറി ഉണ്ട് ഈ പ്ലേയിൽ. ദിസ് പ്ലേ ഈസ് അബൌട്ട് പ്ലേസ് ഓഫ് വുമൺ ഇൻ എ ഹൗസ് ഹോൾഡ്. ഓക്കെ, നമ്മളത് പറഞ്ഞതാണ്. 9 years ഓഫ് നോറാസ് മാരേജ്. 9 years ഓഫ് മാരേജ് ലൈഫാണ് നോറയുടേത്. സൂൺ ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡ് ഗോട്ട് ഡിസീസ്, സോ ദേ ഹാവ് ടു ഗോ ടു ഇറ്റലി ആസ് ദ ക്ലൈമറ്റ് ഈസ് വാംത്. ഇറ്റലിയിലേക്ക് അവർ പോകുന്നതാണ്. ഓക്കെ, കാര്യം നമുക്കറിയാം, ഇവർക്ക് ഇറ്റലി പോകാൻ വേണ്ടിയാണ് നോറ, അതിനുള്ള ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ്റെ സൈന് ഫോർജറി ചെയ്തത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇറ്റലി, പ്ലേസ് ഇറ്റലി. ക്രോക്സ്റ്റേഴ്സ് വൈഫ് ഡയഡ്. ഈ ഒരു പ്ലേയിൽ ക്രോക്സ്റ്റൻ്റെ വൈഫ് മരിക്കുന്നുണ്ട്. ലിൻഡാസ് ഹസ്ബൻഡ് മരിക്കുന്നുണ്ട് ഈ പ്ലേയിൽ. ദേ വെർ ഇൻ ലവ് ഡ്യൂറിങ് ദെയർ യങ് ടൈംസ് ബിക്കോസ് ഓഫ് ദ ഫാമിലി ക്രൈസിസ്. ലിൻഡ മാരീഡ് എ റിച്ച് മാൻ. നമുക്കറിയാം ലിൻഡയുടെ ഫുൾ നെയിം ക്രിസ്റ്റൈൻ ലിൻഡ എന്നാണ്. ലിൻഡ ഈ ഒരു പ്ലേയിൽ അവർ പറയുന്നുണ്ട് തൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഹസ്ബൻഡിനെ വിവാഹം കഴിക്കാനുള്ള കാര്യം അദ്ദേഹം ഒരു റിച്ച് പേഴ്സൺ ആയിരുന്നു. അറ്റ് ദാറ്റ് പീരിയഡ് ലേഡീസ് വെർ നോട്ട് അലൗഡ് ടു സൈൻ ചെക്സ്. ആ ഒരു ടൈമിലൊക്കെ ലേഡീസ് ചെക്ക് സൈൻ ചെയ്യാനൊന്നും അനുവദിക്കത്തില്ലായിരുന്നു. ബട്ട് നോറ ഡിഡ് ഫോർജറി സൈൻ ഓഫ് ഹർ ഫാദർ. നോറ തൻ്റെ ഫാദറിൻ്റെ സൈൻ ഇടുകയുണ്ടായി. നോറ ആൻഡ് ടോവാൾ അറ്റൻഡഡ് എ കോസ്റ്റ്യൂം പാർട്ടി. ഈ ഒരു പ്ലേയിൽ അവരൊരു കോസ്റ്റ്യൂം പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നോറ പെർഫോംഡ് ടാരൻറ്റല്ല ഡാൻസ് അറ്റ് ദാറ്റ് പാർട്ടി. ഓക്കെ, ആ ഡാൻസിൻ്റെ പേര് ഓർത്ത് വെച്ചോണം, ടാരൻറ്റല്ല ഡാൻസ്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് പാർട്ടി, ആ പാർട്ടിയിൽ ടാരൻറ്റല്ല ഡാൻസാണ് നോറ പെർഫോം ചെയ്തത്. ടാമ്പറൈൻ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് നോറ യൂസ് ടു ഡാൻസ് ടാരൻറ്റല്ല. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ടാമ്പറൈൻ. നോറ ഫോർബിഡൻ ടു ഈറ്റ് മാക്രോൺസ് സ്വീറ്റ് ബൈ ഹർ ഹസ്ബൻഡ്. അത് ഓർത്ത് വെച്ചാണ് മാക്രോൺസ് ആണ് ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരുന്നു നോറ മാക്രോൺസ് കഴിക്കുന്നത്. ഫ്രം ക്രോക്സ്റ്റഡ് നോറ ബോറോഡ് മണി. അറിയാം, നമുക്ക് പ്ലേ വായിക്കുമ്പം അല്ലെങ്കിൽ സമ്മറി റീഡ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ടോർവാൾഡ് ആൻഡ് നോറ ഹാവ് 3 children. അവരുടെ പേര് നോട്ട് ചെയ്ത് വെച്ചോളുക. ഐവോർ, വേപ്പി ആൻഡ് എമ്മി. നിക് നെയിം ഓഫ് നോറ. നോറനെ കുറേ നിക് നെയിം വിളിക്കുന്നുണ്ട്. സ്ക്വിറൽ, സ്കൈലാർക്ക്, സില്ലി ഗേൾ, പിന്നെയും കുറച്ചൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പ്ലേ ഈസ് സെറ്റ് ഇൻ വിൻ്റർ സീസൺ. പ്ലേ ഈസ് പബ്ലിഷ്ഡ് ഇൻ 1879. പ്ലേ ഈസ് പ്രീമിയർഡ് അറ്റ് ദ റോയൽ ഡാനിഷ് തിയേറ്റർ ഇൻ കോപ്പൻഹാഗൻ, ഡെൻമാർക്ക്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർ ഫാദർ ഡൈഡ് ഓൺ September 29 ആൻഡ് ഷീ signed for loan on October 2. ഫാദർ മരിച്ചു കഴിഞ്ഞാണ് സൈൻ ചെയ്തേക്കുന്നത്, ഫോർജറി സൈൻ ഇട്ടേക്കുന്നത്. ദിസ് വാസ് നോട്ടീസ്ഡ് ബൈ ക്രോക്സ്റ്റഡ് ആൻഡ് ബ്ലാക്ക്മെയിൽഡ് ഹർ. ഹെൻറി ഗിബ്സൺ ഡിസ്ക്രൈബ്ഡ് എ സ്റ്റോറി of a married woman who considered her life to be quite satisfied with her husband in their doll's house. She is considered as a doll by her husband. Dr. Rank proposed Nora when she was eager to take letter from the letter box. ആ ടൈമിലാണ് ഡോക്ടർ റാങ്ക് നോറനെ പ്രപ്പോസ് ചെയ്തത്. ഷീ അവോയ്ഡഡ് ഡോക്ടർ റാങ്ക് ബൈ സെയിങ് ഹീ ഈസ് ഹെർ ഗുഡ് ഫ്രണ്ട്. ഡോക്ടർ റാങ്ക് ഹാസ് ട്യൂബർക്കുലോസിസ്. Dr. Rank told Nora that his disease has progressed and he plans to lock himself away in order to die, and Nora tells him sleep well. Towal checked letterbox. First letter, Dr. Rank death notice. He read Croxter's letter and they fought verbally. ഞാനിത് സ്പീഡിൽ പോകുന്നത് നമ്മളിത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് സമ്മറി ടൈമിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. യു ക്യാൻ റീഡ് ഇറ്റ്. Then Linda convinced Croxter by saying we will marry. Croxter became happy, but problem was the letter he put in the letter box telling about the forgery done by Nora. Croxter wrote a second letter clarifying that he no longer used Nora's forgery against Helmer and he will not reveal it publicly. Okay, മനസ്സിലായില്ല. ഫസ്റ്റ് ലെറ്ററിൽ ഡോക്ടർ റാങ്കിൻ്റെ ഡെത്തിൻ്റെ നോട്ടീസ് വന്നു. പിന്നെ നമ്മൾ ക്രിസ്റ്റീൻ ലിൻഡെ കൺവിൻസ് ചെയ്തു ക്രോക്സ്റ്ററിനെ
നോറയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതിനുശേഷം ക്രോക്സ്റ്റഡ് ഒരു സെക്കൻഡ് ലെറ്റർ അയച്ചു ടോർവാൾഡിന്. അതിൽ പറയുന്നത് നോറ ഫോർജറി സൈൻ ഇട്ട കാര്യം പബ്ലിക്കാക്കില്ല, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ക്രോക്സ്റ്റഡ്. ഓക്കെ, ആക്ച്വലി നോറ ഡിഡ് ഫോർജറി ഫോർ ഹർ ഹസ്ബൻഡ് ഇറ്റ്സെൽഫ്. നമുക്കറിയാം നോറ ഫോർജറി സൈൻ ചെയ്തത് തൻ്റെ ഹസ്ബൻഡിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ടോവാർഡ് ഹെൽമ. However, with the development of the play, she is insulted by her husband for a forgery that she did for his sake. Even after knowing the truth, he blamed her and used many harsh languages for saving his reputation. സത്യം അറിഞ്ഞിട്ടും ടോവാർഡ് ഹെൽമർ നോറയെ കുറ്റപ്പെടുത്തുകയായിരുന്നു. തൻ്റെ റെപ്യൂട്ടേഷൻ, അതായത് ടോവാൾഡ് ആക്ച്വലി ഒരു ബാങ്ക് മാനേജറാണ്. തൻ്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടി നോറയെ പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്യുകയും പബ്ലിക്കല്ല വളരെയധികം ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുകയായിരുന്നു. When the matter resolved, her husband tried to calm her down, but she became strong and take a new decision to leave the house and continued her education. Then she became a modern woman and fight against gender discrimination, and then we call the play as modern play. ഈ പ്ലേനെ നമ്മൾ മോഡേൺ പ്ലേ എന്നും പറയും. നമുക്കറിയാം ഇന്നത്തെ കാലത്തും ഈ ഒരു പ്ലേയുടെ ടോപ്പിക്ക് തീമിന് വളരെ റെലവൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്കിതിനൊരു മോഡേൺ പ്ലേ ആയിട്ടും കൺസിഡർ ചെയ്യാൻ കഴിയും. ഈ ഒരു പ്ലേനെ പ്രോബ്ലം പ്ലേ എന്നും മോഡേൺ പ്ലേ എന്നും അറിയപ്പെടും. Nora understood that she has no identity and she has depended to others. Nora decided to create her own identity. I don't want to become a doll to anymore. It's a thought-provoking play and Ibsen hints to think about who is a woman, what kind of change we need in this modern society. ഓക്കെ, അന്നേരം അങ്ങനെ പറഞ്ഞാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ പ്ലേ എൻഡ് ചെയ്യുന്നത് നോറ ഡോർ സ്ലാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്, തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തൻ്റെ ഹസ്ബൻഡ് തന്നെ ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഒരു ഡോളായിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്ലേ. Try to read this play, the original play. Okay, try to read the original play also. നമുക്കിനി ഒരു MCQ സെക്ഷനുമായിട്ട് കാണാം. താങ്ക് യു.